വളരെ പ്രധാനപ്പെട്ട ചില കോണുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ശ്രദ്ധിക്കുക, രണ്ട് സമാന്തര രേഖകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ വരയ്ക്ക് നമ്മൾ AB എന്ന് പേര് കൊടുക്കുന്നു, ഈ വരയ്ക്ക് നമ്മൾ CD എന്ന് പേര് കൊടുക്കുന്നു. ഇതിനെ മൂന്നാമതൊരു രേഖ മുറിക്കുകയാണ്. മുറിക്കുന്ന വരയ്ക്ക് നമ്മൾ XY എന്നും പേര് കൊടുക്കും. ഇവിടെ AB എന്ന രേഖയും CD എന്ന രേഖയും സമാന്തരമാണ് എന്ന ആശയം നമുക്ക് ഇങ്ങനെ ചുരുക്കി എഴുതാം. AB സമാന്തരം CD. ഈ ABയെയും CDയെയും മുറിക്കുന്ന മറ്റൊരു രേഖ എത്ര കോണുകളെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? AB രേഖയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതേപോലെയുള്ള കോണുകൾ കാണാം. എത്ര കോണുകളുണ്ട്? 1, 2, 3, 4 കോണുകൾ AB എന്ന രേഖയിലും, ഇനി താഴെ ഭാഗത്ത് CD എന്ന വരയിൽ ഇങ്ങനെ 4 കോണുകളും ഉണ്ട്. അതിനെ നമ്മൾ ക്രമമായി നമ്പർ ചെയ്താൽ 5, 6, 7, 8. ഇപ്പൊ രണ്ട് രേഖകളെ മറ്റൊരു രേഖ മുറിക്കുമ്പോൾ ആകെ 8 കോണുകൾ ഉണ്ടാകുന്നു എന്ന ആശയമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇങ്ങനെ 8 കോണുകളിൽ ചില കോണുകളെ നമ്മൾ ജോഡികളാക്കാൻ പോകും. അങ്ങനെ ജോഡികളാക്കുമ്പോൾ ഓരോ തരം കോണുകൾക്കും ഓരോ പേരാണ്. ആ കോണുകളെ കുറിച്ച്, അവയുടെ പ്രത്യേകതയെ കുറിച്ച് ആണ് വിശദമായി നമ്മൾ ഇനി പ്രതിപാദിക്കാൻ പോകുന്നത്.